ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് സൺഡേ ഞങ്ങൾക്ക് ഒരു കാറ്ററിംഗ് സർവീസ് ഉണ്ട്. ഞാൻ ഇനി മുന്നത്തെ തവണ ഒത്തിരി വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് കാറ്ററിംഗ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് വിവരങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട്, ചെറിയ ചെറിയ ഷോർട്സ് ആയിട്ടൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഇന്നലെയും ഇന്നും ഞങ്ങൾക്ക് കാറ്ററിംഗ് സർവീസ് ഉണ്ടായിരുന്നു. ഇന്നൊരു റിസപ്ഷൻ പ്രോഗ്രാം ഉണ്ട്. അപ്പോൾ രാവിലെ തൊട്ട് ലൈക്ക് എങ്ങനെയാണ് ഇത് ഞങ്ങൾ ഉണ്ടാക്കുന്നതും വലിയ കാര്യമായിട്ടൊന്നും കാണിക്കാൻ പറ്റില്ല, കാരണം കുഞ്ഞു സ്ഥലത്തിൽ ഒത്തിരി ആൾക്കാരുണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക്. അപ്പോൾ പറ്റുന്ന പോലെയൊക്കെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഫൈനൽ ലുക്ക് എങ്ങനെയാണെന്നുള്ളതൊക്കെ ഞാൻ ഇത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ലെറ്റ്സ് ഗോ. അപ്പോൾ റിസപ്ഷനുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ഇങ്ങനെ 1 by 1 ആയിട്ട് റെഡിയാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. രാവിലെ 6 മണിക്ക് തുടങ്ങിയ പ്രിപ്പറേഷൻ ആട്ടോ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഒരു കുക്ക്. പുള്ളിക്കാരൻ ലഞ്ച് കഴിക്കുക. ആ സമയത്ത് പുള്ളിക്കാരൻ്റെ കൂടെയുള്ള ആൾക്കാർ അവിടെ വേറെ കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യുക. ചിക്കൻ ഫ്രൈ ചെയ്യുക, ഒരാൾ ബീഫ് സ്റ്റൂ നോക്കുന്നു, വേറെ ഒരാൾ വെജ് സ്റ്റൂ പ്രിപ്പയർ ചെയ്യണ്. അപ്പുറത്ത് വേറെ 2 പേര് റൈസ് വേവിച്ചത് കോരി ഓരോരോ പാത്രത്തിലേക്ക് മാറ്റി വെക്കുവാണ്. പിന്നെ നമുക്കൊരു ഹെൽപ്പർ ചേച്ചിയുണ്ട്, പുള്ളിക്കാരിയാണ് പാത്രമൊക്കെ കഴുകി സാധനങ്ങളൊക്കെ റെഡിയാക്കി വെക്കുന്ന പുള്ളിക്കാരിയാണ്. അപ്പോൾ എല്ലാം റെഡിയാക്കി 1 by 1 ആയിട്ട് റെഡിയാക്കുവാണ്. അതിൻ്റെ ഒപ്പം തന്നെ അപ്പുറത്ത് നമ്മൾ അവിടെ കൊണ്ടുപോകേണ്ട പ്ലേറ്റ്സൊക്കെ തുടച്ച് വൃത്തിയാക്കിയിട്ട് ഓരോ ബോക്സസിൽ പേപ്പറിൽ മൂടി വെച്ചേക്കും കേട്ടോ. അപ്പോൾ ഇവിടെ ഞങ്ങൾ അടുക്കളയിൽ അവർക്ക് കുടിക്കാനുള്ള വെള്ളവും അവരുടെ ഭക്ഷണമൊക്കെ ഞങ്ങളാണ് വീട്ടിൽ പാകം ചെയ്യുന്നത്. ഇതൊക്കെ അവിടെ കൊണ്ടുപോകേണ്ട പാത്രമൊക്കെ കഴുകി വെയിലത്ത് ഉണക്കാൻ വെച്ചേക്കുക കേട്ടോ. അപ്പോൾ നേരെ ഒരു 7 മണിയായപ്പോൾ ഞങ്ങൾ ഈ നടക്കുന്നിടത്ത് ഞാനും ഹസ്ബൻഡൊക്കെ വന്നു. ഹസ്ബൻഡിനോട് അച്ഛൻ വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്. അനിയനുണ്ട് കേട്ടോ. അപ്പോൾ അവൻ കുറേ നേരമായിട്ട് അവിടെ നിൽക്കുന്നത്. അപ്പോൾ അവൻ അത് കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോയി. അപ്പോൾ ഇതാണ് ലൊക്കേഷൻ. ഇത് വരുന്നത് ഞങ്ങൾ വീടിൻ്റെ അടുത്ത് തന്നെ ഉള്ള ഒരു അമ്പലത്തിൻ്റെ ഹാളിലാണ്, പോട്ടയമ്പലം എന്ന് പറഞ്ഞിട്ടൊരു ഹാളിലാണ് ഞങ്ങൾ നടത്തുന്നത്. അപ്പോൾ ഇതാണ് സാലഡ് കൗണ്ടർ. ഈ സാലഡ് കൗണ്ടറിൽ കാണുന്ന ഈ ഡെക്കറേഷൻ എല്ലാം ചെയ്തേക്കണ എൻ്റെ അനിയനും അനിയൻ്റെ ഫ്രണ്ടുമാണ്. അവർക്ക് ഓൾറെഡി ഇങ്ങനെ സൈഡായിട്ടൊരു ഡെക്കറേറ്റിംഗ് ഇവൻ്റ് പോലെ അവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലെല്ലാം ഞാനിങ്ങനെ നോക്കുമ്പോൾ എല്ലാം ഒരേപോലെ ആയിട്ടാട്ടോ തോന്നുന്നു. അപ്പം ഞാൻ ഒന്നും കൂടി കറങ്ങി വീഡിയോ എടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. ഫ്രൂട്ട്സും ഉണ്ട്, വെജിറ്റബിൾസും ഉണ്ട്, പിന്നെ പിക്കിൾസ്, ഇഞ്ചിക്കറി, ഇതെല്ലാം ഉണ്ട്. പിന്നെ ഫുഡിലേക്ക് വരുമ്പോൾ ചപ്പാത്തി, വെള്ളയപ്പം, ചിക്കൻ കറി, ബീഫ് സ്റ്റൂ, വെജ് സ്റ്റൂ, കോളിഫ്ലവർ കറി. ഇത് തുറന്ന് നോക്കുമ്പോൾ ഇതിൻ്റെ അടുത്ത് ഒന്നും ഉണ്ടായിരുന്നില്ല, കാരണം അവരവിടെ വെക്കാൻ പോകുന്നേ ഉള്ളൂ. ചോറ് ആദ്യമേ തന്നെ വെച്ച തണുത്തായി പോകില്ല. അപ്പോൾ അത് പയ്യെ താഴത്ത് ഫ്ലെയിമൊക്കെ കത്തിച്ചിട്ട് വേണമൊക്കെ വെക്കാൻ. അപ്പോൾ ഇങ്ങനെ തന്നെ ഞങ്ങൾക്ക് 2 കൗണ്ടർ ഉണ്ട് കേട്ടോ. ഞങ്ങളിവിടെ എല്ലാ ലേഡീസ് സ്റ്റാഫാട്ടോ വെക്കുന്നത്. പിന്നെ കുടിക്കാനുള്ള വെള്ളവും എല്ലാം വെച്ചിട്ടുണ്ട്. ആ നടന്നു വന്ന ആട്ടോ എൻ്റെ ഹസ്ബൻഡ്. അപ്പോൾ പുള്ളി എല്ലായിടത്തും നോക്കുക, കറക്റ്റായിട്ടെല്ലാം ചെയ്തിട്ടുണ്ട്. അച്ഛനിങ്ങനെ അനിയനും ചേട്ടനൊക്കെ ഇങ്ങനെ ഓരോരോ വർക്കുകളൊക്കെ ഇങ്ങനെ വീതിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവർ ആ രീതിയിലൊക്കെ സെറ്റപ്പാക്കിക്കൊണ്ടിരിക്കുക. ചേച്ചിമാർ കൗണ്ടറൊക്കെ റെഡിയാക്കി നല്ല കണ്ടീഷനിലാക്കി വെക്കുകയാണ്. വളരെ കോർപ്പറേറ്റീവ് ആയിട്ടുള്ള ചേച്ചിമാരാട്ടോ, വലിയ ജാടയൊന്നുമില്ല, എന്ത് പറഞ്ഞാലും എല്ലാം നല്ല രീതിയിൽ ചെയ്തു. അപ്പോൾ ഇതാണ് സ്റ്റേജ് ഡെക്കറേഷൻ. അവർ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്ത് തന്നാൽ മതി എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ രീതിയിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലിയിൽ പറ്റിയ രീതിയിലൊരു ലക്ഷറി ലുക്കിൽ നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സ്റ്റേജും എല്ലാം നമ്മൾ തന്നെയാണ് ചെയ്ത് കൊടുത്തത്. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് വരുന്നത്. പയ്യെ ആൾക്കാർ ഭക്ഷണമൊക്കെ കഴിക്കാൻ വന്നു. അപ്പോൾ ഭക്ഷണം കഴിക്കാൻ വന്നപ്പോഴത്തേക്കും എനിക്ക് എങ്ങനെയായിരിക്കും എന്ന് അറിയാനുള്ളൊരു ആഗ്രഹം കൊണ്ട് ഞാൻ ഇങ്ങനെ നടക്കുക കേട്ടോ. ആരെയും കിട്ടുന്നില്ലായിരുന്നു. ഇപ്പോൾ ഇതാണ് നമ്മുടെ ഐസ്ക്രീം കൗണ്ടറിൽ നമ്മൾ വാനില ഐസ്ക്രീമാണ് വെച്ചത്. പിന്നെ ആൾക്കാരെ കൂടുന്ന അനുസരിച്ച് നമ്മൾ ജ്യൂസസിൻ്റെ ഗ്ലാസ്സസ് എണ്ണം കൂട്ടിക്കൊണ്ടിരിക്കും. പിന്നെ അപ്പോഴത്തേക്കും അച്ഛൻ വീണ്ടും ഹസ്ബൻഡിനോട് ഇങ്ങനെ ചോറ് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് കൊടുക്കാൻ പറഞ്ഞു. കാരണം കട്ടയോടെ നമ്മൾ വിളമ്പുമ്പോൾ കട്ടയോടെ ഇരിക്കാൻ പാടില്ല. അപ്പോൾ അത് നമ്മളൊരു പ്ലേറ്റ് വെച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ടാണ് റൈസ് വിളമ്പാൻ വേണ്ടിയിട്ട് അവിടെ ഇടുന്നത്. അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ എല്ലാവരും ഇപ്പോൾ ഭയങ്കര ക്രൗഡ് കൂടി. ഓൾമോസ്റ്റ് ഇപ്പോൾ നമ്മളൊരു 8 മണിയായപ്പോഴത്തേക്കും കണ്ട അത്യാവശ്യം നല്ല ക്രൗഡായ ആൾക്കാരൊക്കെ വരാൻ തുടങ്ങി. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഞങ്ങൾ കാറ്ററിംഗ് വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കും. താങ്ക് യു. ബൈ.